ദൈവത്തോടുള്ള അടുപ്പം. മത്തായി സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ യേശു നൽകിയ വിഖ്യാതമായ ഗിരിപ്രഭാഷണത്തിലെ ഏറ്റവും ശക്തമായ ആഹ്വാനങ്ങളിൽ ഒന്നാണ് 7-ാം അധ്യായം 7-ാം വാക്യം. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളും ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധവും എത്രത്തോളം ലളിതവും എന്നാൽ ആഴമുള്ളതുമാണ് എന്ന് യേശു ഇവിടെ പഠിപ്പിക്കുന്നു. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്ന ഈ വചനം കേവലം ഒരു വാഗ്ദത്തം മാത്രമല്ല, മറിച്ച് ഒരു വിശ്വാസി എങ്ങനെ ദൈവത്തോട് അടുക്കണം എന്നതിന്റെ കൃത്യമായ വഴികാട്ടിയാണ്. ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടാകേണ്ട 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് യേശു ഇതിൽ കൂടി ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യത്തേത് അപേക്ഷിക്കുക. ഇത് നമ്മുടെ നിസ്സഹായ അവസ്ഥ അംഗീകരിച്ച് ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം വെളിപ്പെടുത്തുന്നതാണ്. നാം അശക്തരാണെന്നും നമ്മുടെ സൃഷ്ടാവിന് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയൂ എന്ന് വിനയത്തോടെ സമ്മതിക്കുന്ന പ്രക്രിയയാണ്. രണ്ടാമത്തേത് അന്വേഷിക്കുക. ഇത് കേവലം വായിക്കൊണ്ട് ചോദിക്കുന്നതിലും അപ്പുറം ദൈവത്തെയും അവന്റെ ഇഷ്ടത്തെയും അറിയുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ്. ദൈവവചനത്തിനും പ്രാർത്ഥനയിലും ദൈവഹിതം കണ്ടെത്തുവാൻ നാം ശ്രമിക്കുന്നു. മൂന്നാമത്തേത് മുട്ടുക. ഇത് നമ്മുടെ സ്ഥിരതയും വിശ്വാസത്തിന്റെ ഉറപ്പിനെയും കാണിക്കുന്നു. വാതിൽ തുറക്കുന്നതുവരെ പിന്മാറാതെ ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഹൃദയത്തെയാണ് ഇവിടെ കാണുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ പലപ്പോഴും നാം പ്രാർത്ഥനയിൽ തുടങ്ങാറുണ്ട്, എന്നാൽ മറുപടി വൈകുന്നുവെന്ന് തോന്നുമ്പോൾ വേഗത്തിൽ നിരാശരാകുകയും പ്രാർത്ഥന നിർത്തുകയും ചെയ്യുന്നു. ഭൂമിയിലെ പിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് നല്ലത് നൽകുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് അവനോട് ചോദിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായത് നൽകാതിരിക്കുമോ? ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന അതേ കാര്യമായിരിക്കില്ല, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായതും ദൈവഹിതമുള്ളതുമായിരിക്കും. ദൈവത്തിന്റെ സമയം നമ്മുടെ സമയമല്ല എന്ന തിരിച്ചറിവാണ് പ്രാർത്ഥനയിൽ വേണ്ടത്. ഈ വചനത്തിലെ അനുഗ്രഹം അനുഭവിക്കുവാൻ നമുക്ക് ദൈവമായുള്ള ബന്ധത്തിൽ എപ്പോഴും സജീവരായിരിക്കണം. സംശയത്തോടെയല്ല, മറിച്ച് ഉറച്ച വിശ്വാസത്തോടെയും പ്രതീക്ഷയോടും കൂടിയും വേണം നാം പ്രാർത്ഥിപ്പാൻ. പ്രാർത്ഥന നമ്മുടെ ശീലമായി മാറണം. ദൈവത്തിന്റെ വാതിലുകൾ ഒരിക്കലും നമുക്ക് മുൻപിൽ കൊട്ടി അടയ്ക്കപ്പെടുന്നതല്ല, മറിച്ച് നാം വിശ്വാസത്തോടുകൂടി ഒന്ന് മുട്ടാൻ അവൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഹൃദയപൂർവ്വം അപേക്ഷിച്ചാൽ സ്വർഗം അത് കേൾക്കും. നിങ്ങൾ സത്യത്തിനായി അന്വേഷിച്ചാൽ നിങ്ങൾ അത് കണ്ടെത്തും. നിങ്ങൾ മടുപ്പില്ലാതെ മുട്ടിയാൽ സ്വർഗ കവാടങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. പ്രാർത്ഥനയുടെ ഈ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് നാം അനുഭവിക്കും. ദൈവത്തിന്റെ വാതിലുകൾ നിങ്ങളെ അകറ്റി നിർത്താനല്ല, മറിച്ച് അവന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാനായി തുറക്കപ്പെടാൻ കാത്തിരിക്കുകയാണ്. God bless you.